ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്ന സ്വാമിയുടെ മരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത് തങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തെ സമാധിയിരുത്തി എന്നാണ്. നമ്മൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാകും മക്കൾ വളരെ ഉറച്ച അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നിൽക്കുകയാണ്. മക്കൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് മക്കളുടെ മാതാവും ആ സെയിം അഭിപ്രായത്തിൽ തന്നെ നിൽക്കുക. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമാധി എന്നൊക്കെ നമുക്ക് അങ്ങനെ അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പണ്ട് കാലത്ത് ഇത് നടന്നിരുന്നു, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല, പണ്ട് നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴേ അത്രത്തോളം നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് നമ്മുടേതായ ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് വരുന്ന ഒരു കാര്യവും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സത്യം എന്താണെന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? അത് സ്വാഭാവിക മരണമാണോ, അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തു തന്നെയാണെങ്കിലും അത് സമാധി സ്ഥലം പൊളിക്കുക തന്നെ ചെയ്യും. പൊളിച്ച് ഡെഡ് ബോഡി പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ആക്ച്വലി പറ്റിയെന്നുള്ളത്. അപ്പോൾ എന്തായാലും സത്യം അറിയാം. അത് സ്വാഭാവികമായിട്ടും മരിച്ചതാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഇരുന്നോട്ടെ. അതല്ലെങ്കിൽ നമുക്ക് കാര്യം അറിയാമല്ലോ അല്ലേ? എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.